യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്ക് നമ്മൾ തുടരുകയാണ്. ഒരു പകുതി ഘട്ടം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. നടന്ന് നമ്മളിപ്പോ ഈ പറയുന്ന മഞ്ചേരിക്കുഴി പാലത്തിന്റെ ഒരു ഭാഗത്തേക്ക് എത്തി തിരികെ നമ്മൾ നടക്കുകയാണ്. മാത്രമല്ല ദൃശ്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് നടന്നപ്പോൾ വേറൊരു കാഴ്ചയായിരുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് അമ്പരച്ചുംബികൾ എന്ന് പറയാവുന്ന വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അതാണ് നേരത്തെ ചേച്ചി പറഞ്ഞത്. ഇവിടെ ഒരു സ്വിച്ചിങ് ആണ്, എന്താണ്, ഗ്രാമഭംഗിയുണ്ട്, അതോടൊപ്പം തന്നെ നഗരത്തിന്റേതായ വികസനവും ഒക്കെ നമുക്കിവിടെ കാണാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അപ്പുറത്ത് നിറയെ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള പഴയ കാലത്തെ പോലത്തെ വീടുകളുണ്ട്. ഇപ്പുറത്താണെങ്കിൽ പാലത്തിന്റെ ഇപ്പുറത്ത് കടമ്പ്രയാറാണ്, അതിന്റെ കാഴ്ചകളുണ്ട്. മറുവശത്ത് നിറയെ ഫ്ലാറ്റുകളാണ്. നഗരത്തിന്റെ ആ ഒരു വികസനമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് പോയാലോ? അടുത്ത വാർത്ത. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആവുന്നു. 6:33. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ പിടിച്ചുലച്ച വാർത്ത തന്നെയാണ്. അതിന്റെ അപ്ഡേറ്റിലേക്കാണ്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമെന്ന് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആലുവ DO സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. അഭിനന്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോ തൃപ്പൂണിത്തുറയിലെ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കടുത്ത റാഗിങ്ങിന് ഈ കുട്ടി വിധേയമായിട്ടുണ്ട് എന്നാണ് കുടുംബത്തിന് ശക്തമായ ആരോപണം. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക്, ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് തന്നെ വലിയ SFIയുടെ പ്രതിഷേധമൊക്കെ നടന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൃത്യമായ അന്വേഷണം അത് 2 രീതിയിൽ നടക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ? എന്തൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കേസുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ് പ്രജിന ആൻഡ് സ്മിത. ഈ തൃപ്പൂണിത്തുറയിലെ കുട്ടി റാഗിങ്ങിനിടയായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ പോലീസും. പോലീസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് തന്നെയായിരിക്കും അമ്മ മൊഴി നൽകാനായിട്ട് എത്തുക. ഈ കുട്ടിയുടെ മരണത്തിന് പിന്നാലെ അമ്മ കോഴിക്കോട്ടേക്ക് മടങ്ങിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് നേരിട്ട് തന്നെ എത്തി മൊഴി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണമാണ് നടത്തുന്നത്. ആലുവ DO ആണ് അവിടെ തൃപ്പൂണിത്തുറ സ്കൂളിലെത്തി കൃത്യമായ അന്വേഷണം നടത്തും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്ന അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി. ഇന്നലെ SFIയുടെ മാർച്ച് അടക്കം ഇന്നലെ സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടന അടക്കം ബാലാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണമെന്ന് DOയ്ക്ക് നിർദ്ദേശപ്രകാരം സ്കൂളിലെത്തി പരിശോധനകൾ നടത്തുവാനായിരുന്നു തീരുമാനം. പക്ഷേ ഇപ്പോൾ അവിടെ ബോർഡ് എക്സാമുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിലിപ്പോൾ ഒരു സാങ്കേതികമായ തടസ്സമുണ്ട്. പക്ഷേ അത് ഉടൻ തന്നെ നടത്തുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോലീസും അറിയിച്ചിട്ടുള്ളത്. പോലീസ് മറ്റ് ഈ സഹപാഠികളായ വിദ്യാർത്ഥികളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. അവർക്ക് മുന്നിലും ഒരു തടസ്സമായിട്ടുള്ളത് പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് ശേഷം ഈ സഹപാഠികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ഇന്നലെയാണ് കുട്ടിയുടെ അമ്മ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ മൊഴി രേഖപ്പെടുത്താനായിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുമെന്ന് അറിയിച്ചത്. പിന്നീട് അത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തി മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. വലിയൊരു പ്രതിഷേധമാണ് പല ഭാഗത്തുനിന്നും ഇതിനോടകം തന്നെ ഈ കുട്ടിയുടെ റാഗിങ്ങിനെ തുടർന്നുണ്ടായ ആത്മഹത്യയിൽ ഉയരുന്നത്. അഭിനേതാക്കളൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഇത് ഒരിക്കലും സംഭവിക്കരുതെന്നുള്ള രീതിയിലുള്ള പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സമഗ്രമായ അന്വേഷണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രവിധ, സ്മിത. അതെ, അന്വേഷണം എന്തായാലും അങ്ങനെ നടക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരു ഗുരുതരമായ ചില ആരോപണങ്ങളുണ്ട്. ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഈ കുട്ടികളുടെ ചാറ്റൊക്കെ പുറത്തു വന്നിട്ടുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ചിന്തിച്ച് ഒരു മരണത്തോട് പോലും അവർ ഈ രീതിയിലാണോ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ആരോപണങ്ങളാണ്. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണത്തിൽ തെളിയേണ്ടിയിരിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വന്നാൽ എല്ലാ തരത്തിലും മാത്രമല്ല ഈ ആരോപണ വിധേയരായ കുട്ടികൾ അവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഒക്കെ ഉണ്ടാവട്ടെ. ആ സമയത്തായിരിക്കും നടപടി ഉണ്ടാവുക എന്ന് സ്കൂൾ പറയും. സ്വാഭാവികമായിട്ടും സ്കൂളുകൾ അങ്ങനെയായിരിക്കുമല്ലോ തീരുമാനമെടുക്കുക. അപ്പൊ എന്തായാലും അന്വേഷണം മരിക്കാതിരിക്കണം, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോകാം. ഒരു ദൗർഭാഗ്യകരമായ വാർത്ത തന്നെയാണ്. ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന പുതിയ വഴിത്തിരിവ് എന്ന് തന്നെ പറയാം. അതിന്റെ വിവരങ്ങളിലേക്കാണ്. മുനമ്പം ഭൂമിത്തർക്കം പഠിക്കാൻ സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെച്ചതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഭൂസംരക്ഷണ സമിതി. മുനമ്പം ഭൂസംരക്ഷണ സമിതി അഡ്വക്കേറ്റ് ജനറലുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട സുപ്രധാന ഡോക്യുമെന്റുകൾ കോടതിക്ക് മുൻപിലും സർക്കാരിന് മുൻപിലും സമർപ്പിക്കാനാണ് ഭൂസംരക്ഷണ സമിതിയുടെ നീക്കം. ഹൈക്കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷമാകും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുനമ്പം സമരപ്പന്തൽ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്.
അപ്പോൾ ഈ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ല എന്ന സർക്കാർ നിലപാടാണ് കമ്മീഷനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോടതിയിലേക്ക് പോയല്ലോ, ഇനിയിപ്പോൾ കോടതി എന്തെങ്കിലും പറയട്ടെ, അതുവരെ നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നൊരു തീരുമാനം കമ്മീഷൻ എടുക്കുന്നു. അത് മനുഷ്യരുടെ കാര്യം സമരം ചെയ്യുന്ന ജനങ്ങളെ ആകെ വലച്ചിരിക്കുകയാണ്. അവിടുത്തെ ആകെയുള്ള സമരം ചെയ്തവർ മാത്രമല്ല, അവിടുത്തെ മൊത്തം ആൾക്കാർ ഇതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്തെല്ലാം വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടെ പോയാലോ? മാന്നാറിലെ അല്ലേ, നമ്മുടെ തീര അതിർത്തി സംരക്ഷിക്കുന്നതിൽ കോസ്റ്റ് ഗാർഡിനുള്ള പങ്ക് എത്രത്തോളമാണെന്ന് വിളിച്ചോതുന്ന ഒരു അഭ്യാസ പ്രകടനം കൊച്ചി തീരത്ത് നടന്നു. കോസ്റ്റ് ഗാർഡിന്റെ 49ാം റൈസിംഗ് ഡേയുടെ ഭാഗമായിരുന്നു അഭ്യാസ പ്രകടനങ്ങൾ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആയിരുന്നു ഉദ്ഘാടകൻ. ഈ കാണുന്ന കപ്പലുകൾക്കെല്ലാം ഒരുപാട് കഥ പറയാനുണ്ട്. ഇന്ത്യയുടെ തീരാതിർത്തികൾ ലംഘിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടത്തിയ വീരോചിതമായ പോരാട്ടത്തിന്റെ കഥകൾ. കടൽക്കൊള്ളക്കാരും തീവ്രവാദികളും അടക്കം നിരവധി പേരാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കരുത്തറിഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിന്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. I felt that we are in the safe hands. We need not worry nor bother why we are keeping ourselves cool and calm. It is people like Raviji and his other friends that have been keeping watch on other people to keep us safe. I am very much thankful. Throughout the country, Coast Guard has been doing a wonderful job. ICGS സാമ്രാട്ടിലായിരുന്നു യാത്ര. ആരെയും അമ്പരപ്പിക്കുന്ന പ്രകടനം. അതിർത്തികളിൽ റോന്തു ചുറ്റുന്ന ചെറുകപ്പലുകളും ഹെലികോപ്റ്ററുകളും ഡോർണിയറുകളും തങ്ങളുടെ ശക്തി പുറത്തെടുത്തു. ഉന്നം പിഴയ്ക്കാതെ തിരമാലകളിൽ ചാഞ്ചാടി വരുന്ന ശത്രുവിനു നേരെ നിറയൊഴിക്കുവാനും ഇവർക്കറിയാം. കോസ്റ്റ് ഗാർഡ് DIG N രവിയുടെ നേതൃത്വത്തിലായിരുന്നു അഭ്യാസ പ്രകടനവും കടൽ യാത്രയും. 24 കൊച്ചി. അപ്പൊ നല്ലൊരു മനോഹരമായ കാഴ്ച കണ്ടു അല്ലെ കോസ്റ്റ് ഗാർഡിന്റെ. ഇന്നലെ അവിടെ പോയപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നേരിട്ട് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ കോസ്റ്റ് ഗാർഡ് ഡേയുടെ ചടങ്ങുകളൊക്കെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് ചെലവഴിച്ചിട്ടാണ് മോർണിംഗ് വാക്ക് പൂർത്തിയാക്കിയത്. ഓരോന്നും കാണാൻ നമുക്ക് കൗതുകം തന്നെയാണ് എല്ലാവരും. പാതിരാപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. പാതിരാപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ. പാതിരാപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. എല്ലാരും ഉണർന്നു. അപ്പോ ഇനി ഉണരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണർത്താനാണ് ഈ പാട്ട് പാടിയത്. നല്ല ഈ ഒരു ആംബിയൻസിൽ ഈ പാട്ട് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും വിചാരിക്കുന്നു. രാവിലെ മനോഹരമായ ഗാനം. താങ്ക് യു പ്രജിൻ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കൂടെ പോവാം, എന്നിട്ട് കമന്റ്സിലും ഒക്കെ പോവാം. ഓക്കെ, നേരത്തെ പ്രജിൻ പറഞ്ഞ മാന്നാറിൽ നിന്നുള്ള വാർത്ത. മാന്നാർ ചെന്നിത്തലയിൽ പൊള്ളലേറ്റു കൊല്ലപ്പെട്ട വൃദ്ധ ദമ്പതികളുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. രാവിലെ 10 മണിയോടെ മാന്നാറിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്നലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. കൊലപാതകം നടത്തിയ മകൻ വിജയനെ ഇന്ന് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്നലെ വൈകിട്ടോടെ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മളൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ ആ കുഞ്ഞ് അതിനെ
പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഓരോ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, അതിൻ്റെ കൂടെ അച്ഛനും അമ്മയും ചേർന്ന് നെയ്തെടുക്കുന്ന സ്വപ്നങ്ങൾ, കുഞ്ഞുണ്ടാകുന്നു, അത് കഴിഞ്ഞ് ഒരുപാട് അത് വാശികളുണ്ടാവും, ബാലാരിഷ്ടതകളുണ്ടാവും, ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുന്നത് അല്ലേ? 90 വയസ്സിന് മുകളിലുണ്ട് അച്ഛന് പ്രായം, അമ്മയ്ക്ക് ഏതാണ്ട് 75 വയസ്സിന് മുകളിലുണ്ട്. അവരെയാണ് ഈ രീതിയിൽ നിഷ്ഠൂരമായി ചുട്ടുകൊന്നു എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെ ചെയ്ത്, അതും സ്വത്തിന് വേണ്ടി എന്നാണ്. എന്ത് പറയാനാണ്. അടുത്ത വാർത്തയും സമാനമായ രീതിയിൽ നമ്മളെ വേദനിപ്പിച്ച വാർത്ത തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി വെരി സോറി, പ്രേക്ഷകരോട് നമ്മൾ സോറി പറയാണ്. കാരണം തുടർച്ചയായി ഈ പ്രഭാതത്തിൽ വന്ന് ഇത്തരം വാർത്തകൾ നൽകേണ്ടി വരുന്നു എന്നുള്ളത് നമുക്കും വിഷമമാണ്. എറണാകുളം ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിത കൊല്ലപ്പെട്ട കേസിൽ പ്രതി അനൂപിനായി അന്വേഷണ സംഘം നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. 3 ദിവസത്തേക്കാവും ചോറ്റാനിക്കര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുക. ഇരുചക്ര വാഹനത്തിൽ അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. YS അഭിനന്ദ് തന്നെയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങണം പ്രതി അനൂപിനെ. അത് ശേഷമായിരിക്കും കൃത്യമായ വിശദമായ ചോദ്യം ചെയ്യലേക്ക് നടക്കുക. ഈ നരഹത്യാ കുറ്റം അടക്കം ചുമത്തും എന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ എന്താണ് കേസിന്റെ ഒരു പോക്ക്, ഏത് രീതിയിലാണ് പോലീസിന് ഈ കേസിൽ ഇടപെടുക? കഴിഞ്ഞ ദിവസമാണ് ആൺസുഹൃത്തിന്റെ ആക്രമണത്തിനിരയായ പെൺകുട്ടി കടവന്ത്ര മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. അതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് നടക്കുകയും പിന്നീട് സംസ്കാര ചടങ്ങുകളടക്കം ഇന്നലെ നടക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനായിരുന്നു ചോറ്റാനിക്കര പോലീസിന്റെ നീക്കം. ചോറ്റാനിക്കര SHOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ വന്നു. ഷാൾ ഉൾപ്പെടെയുള്ള വലിയ ഷാൾ കഴുത്തിൽ കുരുക്കിയുള്ള പരിക്കാണ് ഉണ്ടായത്. അതാണ് മസ്തിഷ്ക മരണത്തിനടക്കം കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വധശ്രമം എന്ന വകുപ്പ് മാറ്റി കൊലക്കുറ്റം തന്നെ ചുമത്തിക്കൊണ്ട് പോലീസ് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ മറ്റ് അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം. അതിനായുള്ള കസ്റ്റഡി അപേക്ഷ ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകും. അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക്, കൂടുതൽ മൊഴികളടക്കം രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിനകത്ത് ഈ പ്രതിയായ അനൂപിനെ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച 2 സുഹൃത്തുക്കൾ ഇരുചക്ര വാഹനത്തിലാണ് അവർ എത്തിച്ചത്. ആ ഇരുചക്ര വാഹനത്തിൽ എത്തിച്ച സുഹൃത്തുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. ഈ അമ്മയുമായി നിരന്തരം കലഹിച്ചിരുന്നു. ഈ ആൺസുഹൃത്തുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഈ പെൺകുട്ടി നിരന്തരം കലഹിച്ചിരുന്നു. അതുകൊണ്ട് അമ്മയുടെ മൊഴി, രഹസ്യമൊഴി അടക്കം ഇനി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുവാനും പോലീസ് ഒരു നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു ആക്രമണത്തിനായിരുന്നു ഈ പെൺകുട്ടി ഇടയായത്. ആ പെൺകുട്ടി ഇടയായതിന് തുടർന്ന് സമഗ്രമായ അന്വേഷണം ഇതിനോടകം തന്നെ നടത്തിയിരുന്നു. അതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസും കോടതിയും. അപ്പോൾ കൃത്യമായ വകുപ്പുകൾ ചുമത്തി നിഷ്ഠൂരമായ രീതിയിൽ ആ കുട്ടിയെ ആ രീതിയിൽ വേദനിപ്പിച്ച, ആക്രമിച്ച പ്രതി അനൂപ് എന്ന് പറയുന്ന ആ യുവാവ് ഒരു ന്യായവും അർഹിക്കുന്നില്ല അല്ലെ, ഒരു മാപ്പും അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞ ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിന് വിഷമമുണ്ട്. നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് ഈ വാർത്തകൾ വായിക്കുന്നതിൽ അവർക്ക് ദേഷ്യമുണ്ട്. പക്ഷേ നിങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ ഈ വാർത്തകൾ അറിയിക്കണ്ടേ, അതിൻ്റെ അപ്ഡേറ്റ്സ്. കാരണം ഇവർക്ക് കടുത്ത ശിക്ഷ നൽകുക എന്നുള്ളത് മാത്രമാണ്, മാതൃകാപരമായ ശിക്ഷ. അതുമാത്രമാണ് ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെപ്പോലെ കൊച്ചു കേരളത്തിൽ നടത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് എത്തണമെങ്കിൽ തുടർച്ചയായി റിപ്പോർട്ടുകൾ അത് പുറത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കണം. അത് നമ്മൾ ചെയ്യും. അതാണ് നമ്മുടെ ആത്യന്തികമായ ധർമ്മം, മാധ്യമധർമ്മം അതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മഞ്ചേരിക്കുഴി പാലത്തിലെ മോർണിംഗ് വാക്ക് നമ്മൾ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഈ പാലത്തിൽ നിന്നുകൊണ്ട് വായിക്കാൻ പറ്റുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. വൈദ്യുതി ബിൽ അടക്കാത്തതോടെ പാലക്കാട് തൃത്താല വെള്ളിയാങ്കല്ല് പാലം ഇരുട്ടിലായിരിക്കുന്നു. 24 വൈദ്യുത വിളക്കുകളിൽ 7 എണ്ണം മാത്രമാണ് പ്രകാശിക്കുന്നത് എന്നാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ജലസേചന വകുപ്പ് കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ തൃത്താലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പൈതൃക പാർക്ക് പ്രദേശം കൂടിയാണ് ഇപ്പോൾ ഇരുട്ടിലായിരിക്കുന്നത്. 2 മാസത്തെ വൈദ്യുതി കുടിശ്ശികയാണ് ബാക്കി. ഇതോടെ വെള്ളിയാങ്കല്ല് പാലത്തിലേക്കും പദ്ധതി പ്രദേശത്തിലേക്കുമുള്ള വൈദ്യുതി KSEB വിച്ഛേദിച്ചു. വെള്ളിയാങ്കല്ല് പാലം പൂർണ്ണമായും ഇരുട്ടിലായി. 295 മീറ്റർ നീളമുള്ള പാലത്തിനു മുകളിൽ ഇരുഭാഗങ്ങളിലുമായി ആകെ 24 വൈദ്യുത വിളക്കുകളുണ്ട്. ഇതിൽ പ്രകാശിക്കുന്നതാകട്ടെ 7 എണ്ണം മാത്രം. 13,000 രൂപയാണ് കുടിശ്ശികയെന്ന് ജലസേചന വകുപ്പ് അധികൃതർ പറയുന്നു. എന്തായാലും ദുരിതം നാട്ടുകാർക്ക് തന്നെ. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ പ്രധാനമായിട്ട് പാലത്തിന് ലേറ്റ് ഇല്ല. ഈ ലേറ്റ് ഇല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികൾക്കും ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പൊ ഒന്ന് ചില മാസമായിട്ട് ഇങ്ങനെ ആയിട്ട് അതിനൊരു പരിഹാരം മന്ത്രിയോടോ ആരോടോ അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞത് ചെയ്യിക്കാം.
തുക ഉടൻ ലഭ്യമാക്കുമെന്നും അതുവരെ വൈദ്യുതി വിച്ഛേദിക്കരുതെന്നും കാണിച്ച് KSEBക്ക് ജലസേചന വകുപ്പ് കത്ത് നൽകിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല. ഉടനെ പരിഹാരം കാണുമെന്നാണ് അധികൃതരുടെ പ്രതികരണം. 24 പാലക്കാട്. യെസ്, അപ്പോൾ അതാണ് പാലത്തിന്റെ മുകളിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ഇവിടെ വിളക്കില്ലെന്ന് ചോദിക്കും. ഇവിടെ ഒരു ഹൈമാസ്റ്റ് വിളക്ക് നേരത്തെ നമ്മളുണ്ട്, ഇവിടെ ചെറിയൊരു വിളക്കുണ്ട്, ഹൈമാസ്റ്റ് അല്ല വിളക്കുണ്ട്. എന്നാലും പക്ഷേ ഈ പറയുന്ന ഇതിന്റെ മധ്യഭാഗത്തൊന്നും വിളക്കുകളില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് 24 വിളക്കുകൾ 24 അത് പ്രകാശിക്കുന്നുണ്ട്. ഈ വേറൊരു കാര്യം, ഇവിടെ നിന്നാലുണ്ടല്ലോ എത്ര തരം മരങ്ങളാ അല്ലെ. ഞാൻ ആലോചിക്കായിരുന്നു, നിറയെ പൂത്ത മാവുണ്ട്, കടപ്ലാവ്, അത് എല്ലായിടത്തും അങ്ങനെയാണോ പറയണ, കടച്ചക്ക ഉണ്ടാവുന്നത്, കടപ്ലാവ്, പ്ലാവ്, ആഞ്ഞിലി, ജാതിമരം, അങ്ങനെ 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 നിറയെ മരങ്ങളുണ്ട് നമ്മുടെ ചുറ്റിലും. അതാണ് നേരത്തെ പറഞ്ഞത്, ഗ്രാമത്തിന്റെ എല്ലാ ഭംഗിയും ഇപ്പുറത്തുണ്ട്, അപ്പുറത്ത് നിറയെ നഗരത്തിന്റെ വലിയ വലിയ കെട്ടിടങ്ങളും ഉണ്ട്. വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ലേഖ ജയൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. രണ്ടാളും കൂടെ പറ്റിക്കുവാണോ, കമന്റ് ഇപ്പം വായിക്കും എന്ന് നോക്കിയിരിക്കുവാണെന്ന് പറഞ്ഞത് വായിച്ചിരിക്കുന്നു ലേഖ ജയൻ. പിന്നെ എന്താ നിഷാദ് മുത്തു, പ്രജിൻ സ്മിത, എന്നെ മറന്നോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മറന്നിട്ടില്ല. ഗുഡ് മോർണിംഗ്. മറന്നില്ല. ഋഷി എന്താണ്, ഋഷി സിംഗൻ, ഓക്കെ സോറി, നിങ്ങളുടെ സൗണ്ട് കേൾക്കാതെ മോർണിംഗ് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹരമില്ല എന്ന് പറയുന്നു. ഓഹോ, അപ്പൊ നല്ല ഹരമുണ്ടായിട്ടുണ്ടാവില്ല, ഇപ്പൊ നല്ല ഊർജ്ജത്തിൽ തുടങ്ങിക്കോളൂ വർക്കൗട്ടൊക്കെ. ഹെൽത്തി ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ തന്നെ ഈ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനാണെങ്കിലും മറ്റുള്ളവരോട് നല്ലോണം പെരുമാറാനാണെങ്കിലും നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. യെസ്, തീർച്ചയായിട്ടും. ഇതാ റഷീദായ പറയുന്നു, ഒന്നും പറയുന്നില്ല, എല്ലാവരും എന്തുമാവാം എന്നൊരു തോന്നലാണ്. ജയിലിലെ ഫുഡ് പഴയ രീതിയിലാക്കുക, അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കുക, എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, എന്തെങ്കിലും ബാക്കി എന്തൊക്കെയോ ടൈപ്പ് എററാന്ന് തോന്നുന്നു, ബാക്കി കിട്ടിയിട്ടില്ല. റഷീദ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അബ്രഹാം തോമസിന്റെ കമന്റ് കൂടെ വായിക്കുക. എന്റെ നാട്ടിലും പ്ലാവ്, കടച്ചക്ക എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ മാഞ്ഞാലിക്കാർ ചില വാക്കുകളൊക്കെ പറയുന്നത് അത് ഞങ്ങളുടെ സ്വന്തം ഭാഷയാണ്, അത് ചിലയിടത്തൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാ. അപ്പോ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം അല്ലെ, പെട്ടെന്ന്. യെസ്, അത് ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്, അതിലേക്ക് പോവാം. ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. നാളെ നടക്കുന്ന മഹാകുംഭത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും അമൃത് സ്നാനത്തോട് അനുബന്ധിച്ചാണ് ഈ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയത്. ബസന്ത് പഞ്ചമി ദിനത്തിലാണ് മൂന്നാമത്തെ അമൃത് സ്നാനം. നാഗസാധുക്കളുടെ എല്ലാ അഖാഡകളും സ്നാനത്തിൽ പങ്കെടുക്കും. ഇതിനുശേഷം നാഗസാധുക്കൾ അവരുടെ അഖാഡകളിലേക്കോ ധ്യാനത്തിനായി ഹിമാലയത്തിലേക്കോ പോകും. കഴിഞ്ഞ അമൃത സ്നാനത്തോടെ അനുബന്ധിച്ചുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മേളയിൽ ഏർപ്പെടുത്തിയ കർശനമായ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ത്രിവേണി സംഗമത്തിൽ കൂടുതൽ അർദ്ധ സൈനികരെ വിന്യസിച്ചിട്ടുമുണ്ട്. യെസ്, ഇനി ചെന്നൈയിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്ന ഒരു അപകട വാർത്തയാണ്, അതിന്റെ അപ്ഡേറ്റിലേക്ക് പോവാം. ചെന്നൈ ആവടിയിൽ ഗോൾ പോസ്റ്റ് ദേഹത്ത് വീണ് മരിച്ച 7 വയസ്സുകാരൻ അദ്വക്കിന്റെ സംസ്കാരം ഇന്ന് തിരുവല്ലയിൽ നടക്കും. മൃതദേഹം ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗം തിരുവല്ല മതിൽ ഭാഗത്തെ വീട്ടിലെത്തിക്കും. വീട്ടുവളപ്പിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാരം. ഇന്നലെയാണ് ഗോൾ പോസ്റ്റ് മറിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റ അദ്വിക് മരിച്ചത്. ചെന്നൈയിൽ വ്യോമസേന ഉദ്യോഗസ്ഥനായ തിരുവല്ല മതിൽ ഭാഗം പനേപ്പള്ളി കാർത്തിക വീട്ടിൽ രാജേഷ് പണിക്കരുടെ മകനാണ് അദ്വിക്. ഇനി നമുക്കറിയാം, പല സംസ്ഥാനങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പ്രചാരണത്തിനായി ഇറങ്ങുന്നുണ്ട്. രാജേന്ദ്ര നഗറിലെയും ചാന്ദിനി ചൌക്കിലെയും ലക്ഷ്മി നഗറിലെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ റാലികളിൽ പങ്കെടുത്തിരുന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്ന 8 MLA-മാരെ മുൻനിർത്തിയാണ് പാർട്ടിയുടെ പ്രചാരണവും. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. നാളെ പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കെ ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാഹന പരിശോധന ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുമുണ്ട്. യെസ്, ഇതാ ഈ മഞ്ചേരിക്കുഴി പാലത്തിൽ നടന്നു വന്നപ്പോൾ അതിന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ ഈ കടമ്പ്രയാറിന്റെ മനോഹരമായ ദൃശ്യം പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ 2 ഭാഗത്തും, ഈ പാലത്തിന്റെ 2 ഭാഗത്തും കടമ്പ്രയാർ ഇങ്ങനെ ഒഴുകുകയാണ്. നല്ല സുന്ദരമായ കാഴ്ചയാണ്. രാവിലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മനസ്സൊന്ന് റീഫ്രഷ്ഡ് ആവും. യെസ്, അപ്പൊ ഇനി കായിക വാർത്തകളിലേക്കാണ്. സ്പോർട്സ് ന്യൂസ്.
അണ്ടർ-19 വനിതാ 2020 ലോക കിരീടം നിലനിർത്താൻ ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് മലേഷ്യയിൽ നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. അപരാജിതരായാണ് ടീം ഇന്ത്യ കലാശക്കളിക്കുള്ള യോഗ്യത നേടിയത്. ഗ്രൂപ്പ് റൗണ്ടിൽ 4 സൂപ്പർ 6-ലെ 3 മത്സരങ്ങളിൽ ജയിച്ച ഇന്ത്യ സെമിയിൽ 9 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ തകർത്തിരുന്നു. മലയാളി താരം VJ ജോഷതയുടെ പ്രകടനം ഇന്ത്യയുടെ കുതിപ്പിൽ നിർണായകമായിരുന്നു. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം അല്ലേ. ഇന്ത്യ ഇംഗ്ലണ്ട് 5-ാം 2020 ഇന്നാണ് നടക്കുക. രാത്രി 7 മണിക്ക് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പര നേട്ടത്തിന്റെ മാറ്റുകൂട്ടാൻ ടീം ഇന്ത്യ, മാനം കാക്കാൻ ഇംഗ്ലണ്ട്. വാങ്കഡയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിച്ച ആരാധകരും. പൂനെയിലെ 15 റൺസിന്റെ ത്രസിപ്പിക്കുന്ന ജയത്തോടെ 5 മത്സര പരമ്പരയിൽ 3-1 മുന്നിലാണ് ടീം ഇന്ത്യ. ഈ കളി കൂടി ജയിച്ച ആധികാരികമായി ഏകദിന പരമ്പരയ്ക്കൊരുങ്ങുകയാകും ഗംഭീർ പടയുടെ ലക്ഷ്യം. മലയാളി താരം സഞ്ജു സാംസണും അതിനിർണായകം ഈ മത്സരം. 4 കളിയിൽ വെറും 35 റൺസ് നേടിയ സഞ്ജുവിന് ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ തകർത്തടിച്ചേ മതിയാകൂ. 2 ഡക്ക് ഉൾപ്പെടെ 26 റൺസ് മാത്രം നേടാനായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും വമ്പൻ സ്കോർ കണ്ടെത്തണം. കഴിഞ്ഞ മത്സരത്തിൽ തലയ്ക്ക് പന്തുകൊണ്ട ശിവൻ ദൂബെ കളിക്കുന്നില്ലെങ്കിൽ രമൺദീപ് സിംഗിന് അവസരമൊരുങ്ങും. കൺകഷൻ സബായി കസറിയ ഹർഷിദ് റാണ ആദ്യമായി പ്ലേയിങ് 11-ൽ എത്താനും സാധ്യത. മുഹമ്മദ് ഷമിക്ക് അവസരം നൽകുമോ എന്നും കണ്ടറിയണം. ജയിച്ച് ഇന്ത്യയുടെ പരമ്പര നേട്ടത്തിന്റെ മാറ്റുകുറക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. ഒപ്പം ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് പിഴവുകൾ തിരുത്താനുള്ള അവസരവും. കൂറ്റൻ സ്കോറുകൾക്ക് പേരുകേട്ട വാങ്കഡയിൽ ഇന്നും അതിന് മാറ്റമുണ്ടാവില്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർക്കും കാഴ്ചവിരുന്നാകും. സ്പോർട്സ് ഡെസ്ക് 24. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം ഏതാണ്ട് പൂർത്തിയാവാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കമന്റുകൾ നമുക്ക് വായിക്കാം. ഒരു കവിത ചൊല്ലട്ടെ. ഓ പിന്നെ ചൊല്ലട്ടെ എന്ന ചോദ്യം എന്താണ്? അങ്ങനെ ചൊല്ലാതല്ല പറയാം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വയ്ക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവായി, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. ഇവിടെ നിന്നപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. നമ്മുടെ നാട്ടിലെ മരങ്ങളും പൂക്കളും വേലിപ്പടർപ്പിലെ ചെമ്പരത്തി പൂക്കളും എലഞ്ഞിയും എല്ലാം ഓർമ്മ വന്നു. മഞ്ഞച്ചേരയും ആ അടിപൊളി അടിപൊളി. അല്ല അതൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട് പോകും. ഞാൻ വായിക്കാറുണ്ട്. ഇതാണ് ഹരിഗോവിന്ദ് ND എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ എഴുതിയ കമന്റ് ആണ്. പ്രതിൻ ചേട്ട ആൻഡ് സ്മിത ചേച്ചി, ഇന്ന് ഞാൻ ഫ്ലവേഴ്സിൽ വെണ്ടൽ ഓഫീസിൽ വരുന്നുണ്ട്. SKN കോഴിക്കോട് പോകുക എന്ന് ഇന്നലെ പറഞ്ഞു എന്ന് പറയുന്നു. അതുകൊണ്ടാണോ വരുന്നത്? അതുകൊണ്ടല്ല വരുന്നത്. ഇന്ന് ഈ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഒരു പുതിയ ഷോ നമ്മൾ ഫ്ലവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഓഡിഷൻ ഇന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ വെണ്ടൽ ഓഫീസിലാണ് ഓഡിഷൻ നടക്കുക. എനിക്ക് തോന്നുന്നു ഹരിഗോവിന്ദ് പറഞ്ഞത് ആ ഓഡിഷന് വരുന്ന കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഹരിഗോവിന്ദ്. ജസ്വിൻ ജെയ്സൺ, ദുബായിലിരുന്ന് കാണുന്നവർക്ക് ഒരു ഹായ് പറയുവോ? രാവിലെ എണീറ്റാൽ 24 കാണാതെ പറ്റില്ല. 1.5 മണിക്കൂർ പറയലായിരുന്നു. അതെ അതെ. ജംസി പറയുന്നുണ്ട്, 3 ദിവസമായി 24 ന്യൂസ് കേട്ടിട്ട് അതെന്താണ് നെറ്റ് ഉണ്ടായില്ല എന്ന് പറയുന്നു. ഉപ്പിടാതെ കഞ്ഞി കുടിച്ച പോലെ, വല്ലാത്ത അവസ്ഥ. അതെ, ഉപ്പിടാതെ കഞ്ഞി കുടിച്ച പോലെയെന്ന് ജംസീർ അനുബന്ധമായി പറയുന്നുണ്ട്. റീന സതീശൻ, പാമ്പ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ, ഞാൻ ഓടും. ചേരയാ പാവം. ആൽവിൻ പറഞ്ഞതുണ്ടോ സൂപ്പർ സോങ് പ്രജിത മാഡം. പ്രജിത മാഡം ആക്കിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ കമന്റുകൾ ഇങ്ങനെ ഗുഡ് മോർണിംഗ്, ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു നല്ല ദിവസം, നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. വലൻസിയ എന്ന് പറയുന്ന ഒരു ഐഡി എന്ന് പറഞ്ഞ കമന്റ് ഇതാണ്. നിങ്ങൾ നിൽക്കുന്ന പാലത്തിന്റെ പേര് മഞ്ചേരി പാലം എന്നാണോ? മഞ്ചേരി കുഴി. അതെ അതെ ദൂരെ. അതെ. അപ്പം ഒരുപാട് പ്രേക്ഷകർ കമന്റ്. ഇനിയിപ്പോ ദുബായിൽ നിന്ന് കാണുന്നവർക്ക് ഹായ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? യെസ്. നമുക്കൊരു സ്റ്റോറി കൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സുരക്ഷിത ഡ്രൈവിംഗ് ലക്ഷ്യമിട്ട് കോഴിക്കോട് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് ഒരു മാരത്തൺ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലി, അപർണ, ബാലമുരളി തുടങ്ങിയവർ ഈ പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്തു. റോഡ് അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് റോഡ് സേഫ്റ്റി അവയർനെസ് മാരത്തൺ സംഘടിപ്പിച്ചത്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ആരംഭിച്ച് ബീച്ചിൽ അവസാനിച്ച മാരത്തണിൽ 100 കണക്കിന് പേർ പങ്കാളികളായി. മേയർ ബീന ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വല്ലാതെ വേഗതയിൽ പോകുമ്പോൾ നിങ്ങളുടെ അമ്മയെ ഓർക്കുക, നിങ്ങളുടെ കാമുകിയെ ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞനുജനെ അവന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നോർക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവർ ഓരോ പ്രായത്തിൽ ഓരോ പ്രയോറിറ്റിയാണ്.
അവരെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ആപത്ത് പറ്റിയാൽ മറ്റൊരാൾക്ക് ഇതുപോലെ ഒരാളുടെ കാമുകിയാണ് നിങ്ങൾ ഇടിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന വേദന, നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന വേദന, നിങ്ങളുടെ കാമുകിക്ക് ഉണ്ടാകുന്ന വേദന, അമ്മയുടെ വേദന, അച്ഛന്റെ വേദന, മക്കളുടെ വേദന. നടൻ ആസിഫ് അലി ആയിരുന്നു മുഖ്യാതിഥി. അമിതവേഗം കാരണം സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് താരം ഓർമ്മിപ്പിച്ചു. നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കൊരു അപകടം ഉണ്ടാവുന്നതിനേക്കാൾ നമ്മൾ കാരണമുണ്ടാവുന്ന ഒരു അപകടത്തിൽ ഒന്നും അറിയാതെ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാവുന്നതിന്റെയും സഹിക്കാവുന്നതിന്റെയും അപ്പുറമാണ്. അപ്പൊ അതിനൊരു കാരണക്കാരൻ നമ്മളാവരുത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി ഷർട്ട് ഇടുമ്പോ, ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോ നമുക്കറിയില്ല ഒരു പക്ഷെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളാണോ ഈ ഷർട്ടിന്റെ ബട്ടൺ ഊരുക എന്നുള്ളത്. അത്രയും അൺസർട്ടൺ ആണ് ലൈഫ്. നടി അപർണ ബാലമുരളി, സംവിധായകൻ ജിത്തു ജോസഫ്, അഹമ്മദ് ദേവർകോവിൽ MLA തുടങ്ങിയവരും മോട്ടോർ വാഹന വകുപ്പിലെയും പോലീസിലെയും നിരവധി ഉദ്യോഗസ്ഥരും ചടങ്ങിന്റെ ഭാഗമായി. 24 കോഴിക്കോട്. അപ്പൊ അമിതവേഗം വലിയ പ്രശ്നം തന്നെയാണ്. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ അത് കണ്ട് അങ്ങനെ പോകേണ്ടതല്ല, അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതാണ്. അമിതവേഗം മാത്രമല്ല, ഈ സീറ്റ് ബെൽറ്റ് ഇടുക, അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുക, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ചിരി വരും. തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരെ ഒരു ട്രാഫിക് പോലീസ് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എടുത്തു വെക്കും. അപ്പൊ അത് അവർക്ക് വേണ്ടി വെക്കുന്നത് പോലെയാണ്. എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? പലപ്പോഴും ഹെൽമെറ്റ് ഒക്കെ നമ്മുടെ ജീവൻ രക്ഷിക്കും. നമുക്ക് വലിയ ഗുരുതരമായ അപകടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഹെൽമെറ്റ് രക്ഷിക്കും. അപ്പോൾ ഈ നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് നമ്മൾ ഇന്നു മുതൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവൻ മാത്രമല്ല മറ്റൊരാളുടെ ആൾക്കാരുടെ ജീവൻ കൂടി നമ്മുടെ കയ്യിലാണ് എന്ന് ഓർക്കുക. ഒപ്പം തന്നെ ഇതാ ആൽബിൻ പറഞ്ഞതുപോലെ ലഹരി ഉപയോഗത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം എന്ന് പറയുന്നത് പോലെ ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. ലഹരി ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ രീതിയിൽ ഡ്രൈവിംഗ് ഒക്കെ പോകുമ്പോൾ ഈ പറയുന്ന നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതാ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകൻ എന്ന് പറയുന്ന ഒരു ഐഡി അങ്ങനെയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകൻ വെൽസെഡ് ആസിഫ് എന്ന് പറയുന്നു. ആസിഫ് അലി നേരത്തെ പറഞ്ഞ അതിനെ കുറിച്ചാണ് വെൽസെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ശരി, നമ്മളെ പറഞ്ഞുവിടാൻ ആൽവിന് തിടുക്കമായിരുന്നു. എനിക്ക് തോന്നുന്നു SK കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അതെ അതെ. അപ്പൊ നമ്മൾ മലേഷ്യയിലുള്ള ഞങ്ങൾക്കൊരു ഹായ് തരാമോ എന്ന് ഷിഹാബ് പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ ഹായ് നമ്മൾ തന്നിരിക്കുന്നു. മലയാളികൾക്ക് എല്ലാവർക്കും ആശംസകൾ. ഹാപ്പി സൺഡേ. ചിലരിപ്പോ രാത്രിയൊക്കെ ആയിരിക്കും ചിലയിടങ്ങളിലൊക്കെ. അങ്ങനെയാണെങ്കിൽ നന്നായി ഉറങ്ങുക. സൂസൻ PV എന്ന് പറയുന്നൊരു ഐഡിയ ഇങ്ങനെ കാണും. ഗുഡ് മോർണിംഗ് ഡിയർ, ഇറ്റ്സ് നോട്ട് വാങ്കഡെ സ്റ്റേഡിയം, ഇറ്റ്സ് വാങ്കഡെ സ്റ്റേഡിയം. ഞാൻ മുംബൈയിലുള്ള ആളാണെന്ന് പറയും. നമ്മൾ അങ്ങനെയാണ് അങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. യെസ്. അപ്പോ ഇതൊക്കെ പറഞ്ഞ് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. തൽക്കാലം നമ്മുടെ മോർണിംഗ് വാക്ക് അവസാനിപ്പിക്കുകയാണ്.